വേദനിപ്പിച്ചവരെ അവരറിയാതെ തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് അവരെ അങ്ങോട്ട് തീർക്കാൻ പറ്റും മൊത്തത്തിൽ. കാരണം അവർ നിങ്ങളെ ഉപേക്ഷിച്ചപ്പോൾ നിങ്ങൾ അവിടെ വേദനിച്ചു, ആ വേദന കണ്ട് ആഘോഷിച്ചു. അപ്പൊ അവന് ദൈവം ശിക്ഷ നൽകും പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ദൈവം ഒന്നും മനുഷ്യന്റെ രൂപത്തിലേ വരുള്ളൂ. അതും കൊണ്ട് നിങ്ങൾ തന്നെ വേദനിപ്പിച്ചവരെ അങ്ങോട്ട് തീർക്കണം എന്ന് വെച്ച് കൊന്നു കളയണം എന്നല്ല, മാനസികമായിട്ട് അവരെ തീർത്ത് കളയണം. മാനസികമായിട്ട് തീർത്തെന്ന് വെച്ചാൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ ജീവശവമാവും. അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിൽ ആദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം ദ വേർഡ് ഓഫ് സൈലൻസ് ആണ്. ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ ഇത് ആക്ച്വലി എഫക്റ്റീവ് ആവും. ഒരാൾ നിങ്ങളെ പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചു വിചാരിച്ചോളൂ, അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുക? ഒന്നുമില്ലെങ്കിൽ ദേഷ്യപ്പെടുകയായിരിക്കും, അല്ലെങ്കിൽ കരയുകയായിരിക്കും. മിക്കവരും വെറുതെ നോക്കിക്കൊണ്ടിരിക്കില്ല, എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കും. പക്ഷെ അവിടെ പ്രതികരിക്കരുത്. ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചാൽ അവരെന്താ നിങ്ങളുടെ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക? നിങ്ങളുടെ പ്രതികരണം അവർ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ചൂടാവുകയായിരിക്കും, അല്ലെങ്കിൽ തല്ലുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കരയുകയായിരിക്കും. ഇതാണ് നിങ്ങൾ ആദ്യം നിഷേധിക്കേണ്ടത്. കാരണം അത് എഫക്റ്റ് ചെയ്തിട്ടില്ല എന്ന രീതിയിൽ പെരുമാറുക. എന്നിട്ട് ചിരിച്ചുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ ഇറങ്ങിപ്പോവുക. അവരായിട്ട് പിന്നെ ഒരു കോണ്ടാക്റ്റും പാടില്ല, അവരുടെ അടുത്ത് സംസാരിക്കാനേ നിൽക്കാൻ പാടില്ല. സ്പോട്ടിൽ അങ്ങോട്ട് കട്ട് ചെയ്തേക്ക്. നെക്സ്റ്റ് പോയിന്റ്, ട്രിഗർ ഇൻസെക്യൂരിറ്റി ത്രൂ കമ്പാരിസൺ. അതായത് അവരുടെ അടുത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവരായിട്ട് കമ്പയർ ചെയ്തിട്ട് താഴ്ത്തി പറയുക, അതുപോലെ മറ്റേ ആളെ പൊക്കി പറയുകയും ചെയ്യുക. കാരണം അവരെ ഒഴിവാക്കിയിട്ട് വേറൊരാളായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ജലസി ക്രിയേറ്റ് ചെയ്യും. അവർക്ക് ജലസ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ഓട്ടോമാറ്റിക്കലി അവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കില്ല. അങ്ങനെ അവർ ഓട്ടോമാറ്റിക്കലി തോറ്റു പോകാൻ തുടങ്ങിക്കൊണ്ടിരിക്കും. അത് അവർ അറിയുകയില്ല. നെക്സ്റ്റ് പോയിന്റ്, നെഗ്ലക്ട് ദ സൊഫിസ്റ്റിക്കേറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവർ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് മെസ്സേജ് അയക്കുക, അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ബ്ലോക്ക് ചെയ്യുക, വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുക. ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകാൻ പാടില്ല, എല്ലാം അങ്ങോട്ട് കട്ട് ചെയ്തേക്ക്. കൂടുതൽ സ്ത്രീകളാണ് ഇങ്ങനെ ചെയ്യുക. പക്ഷെ ബ്ലോക്ക് ചെയ്തിട്ട് അൺബ്ലോക്ക് ആക്കരുത്. അതൊരു 6-8 മാസം അങ്ങനെ പോവട്ടെ. അതുമാത്രമല്ല, ഐ കോണ്ടാക്റ്റ് ഒഴിവാക്കുക. നിങ്ങളുടെ ഒരു കാര്യം പറയാതിരിക്കുക. നിങ്ങളുടെ ഒരു കാര്യം അറിയാതിരിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്നുള്ള അറിയാൻ ഒരു ത്വര അവർക്ക് ഉണ്ടാവും. അതും അവരെ പേഴ്സണലി അവർക്ക് അവരുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവരവരുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റില്ലെങ്കിൽ അവരവരെ തന്നെ എന്തായാലും തോറ്റുപോകും. പക്ഷെ ആ തോറ്റുപോയി എന്നുള്ളത് അറിയാൻ കുറച്ച് കാലം എടുക്കുകയായിരിക്കും, പക്ഷെ അത് തോറ്റുകൊണ്ടിരിക്കുക തന്നെയാണ്. നെക്സ്റ്റ്, ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക. സൈക്കോളജിസ്റ്റ് പറയും ഇവിടുന്നാണ് ആക്ച്വലി തളർത്തുന്നതിൻ്റെ ആദ്യത്തെ പരിപാടി തുടങ്ങുന്നത്. നിങ്ങളൊരു ബൗണ്ടറീസ്, ഒരു അകലം മൊത്തത്തിൽ അങ്ങോട്ട് ഒന്ന് പാലിച്ച് നോക്ക്. അവർക്ക് ഭയങ്കര ഇൻസെക്യൂർഡ് ആവും. എന്ത് പറഞ്ഞാലും കേൾക്കാതിരിക്കുക, എന്ത് പറയാൻ വന്നാലും കേൾക്കാതിരിക്കുക, ഒരു എക്സ്പ്ലനേഷനും കേൾക്കാതിരിക്കുക. നല്ല ഒരു അകലം തന്നെ പാലിച്ചോളൂ. ഒന്നും നിങ്ങൾ അവിടെ ചെയ്യരുത്. എന്ന് വെച്ചാൽ ആളായിട്ട് കോണ്ടാക്റ്റ് ഒന്നും പാടില്ല. ആളിനി നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സോറി പറയുകയാണ്, വേദനിപ്പിച്ചതിന് സോറി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡയലോഗ് പറയാം: ഞാൻ അങ്ങനെ ഒരാളെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. വിശ്വസിച്ചാൽ തന്നെ ഞാനത് കൂടെ പിടിച്ചു നിർത്താൻ കുറേ ശ്രമിക്കും. നീ എൻ്റെ വിശ്വാസം തടസ്സപ്പെടുത്തിയതും കൊണ്ട് എനിക്ക് നിന്നെ ഇനി വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ മനസ്സിൽ നിൻ്റെ അടുത്ത് സംസാരിക്കുകയായിരിക്കും, പക്ഷെ എൻ്റെ മനസ്സിൽ എപ്പോഴും ആ വിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ കൂടിയാൽ മതി എന്ന് നിങ്ങൾ പറയുക. അപ്പോഴും നീ എൻ്റെ കൂടെ കൂടിയാൽ മതി എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം പറയണം. എന്നാലേ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിച്ച് എല്ലാ കാര്യത്തിലും താഴ്ന്നു തരുള്ളൂ, വേദനിപ്പിക്കാണ്ടിരിക്കാനും ശ്രമിക്കുകയുള്ളൂ. നെക്സ്റ്റ്, മിറർ ടെക്നിക്കാണ്. എന്ന് വെച്ചാൽ എളുപ്പമുള്ള കാര്യം, അവരെന്ത് ചെയ്തോ അതന്നെ തിരിച്ചവിടെ പ്രവർത്തിക്കുക. അവരെന്ത് പറഞ്ഞോ വേദനിപ്പിച്ചോ അതന്നെ തിരിച്ചു പറഞ്ഞ് വേദനിപ്പിക്കുക. അത് ആ ടൈമിൽ തന്നെ പറഞ്ഞാൽ എഫക്റ്റീവ് ആവില്ല, പക്ഷെ ഭാവിയിൽ അതേപോലത്തെ ഒരു സിറ്റുവേഷൻ വരും, അല്ലെങ്കിൽ വരുത്തുക. അപമാനിച്ച പരസ്യമായിട്ടായിരിക്കും അപമാനിച്ചിട്ടുണ്ടാവുക.
അതേപോലെ സിറ്റുവേഷനിൽ പരസ്യമായിട്ട് അവരെന്ത് പറഞ്ഞു, അതേ ഡയലോഗ് തന്നെ റിവേഴ്സ് ഒന്ന് പറഞ്ഞു നോക്കൂ. അത് ഭയങ്കര ഒരു വേദനയായിരിക്കും അവർക്ക്. ഈ പരസ്യമായിട്ട് അപമാനിക്കപ്പെട്ടാണ്ടല്ലോ, അതൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും ഓരോരുത്തർക്ക്? ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാ. ഇതൊന്നും ഒരു നാർസിസ്റ്റിക് പേഴ്സൻ്റെ അടുത്ത് എന്തായാലും ചിലവാവില്ല. നാർസിസ്റ്റിക് പേഴ്സൺ പറഞ്ഞാൽ നിങ്ങൾ ഒന്നിനും കൊള്ളില്ല എന്നുള്ള പല കാര്യത്തിലും പല രീതിയിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞും കൊണ്ടേയിരിക്കും. അങ്ങനെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അയാളെ നാർസിസ്റ്റിക് പേഴ്സണാ, അയാളെ വേഗം ഒഴിവാക്കിയേക്ക്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ കഴിയില്ലെങ്കിൽ, ഇനി അവരെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഇങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അയാളുടെ മുന്നിൽ ഒരു പവർ ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ ഈ പവർ എങ്ങനെ ഉണ്ടാക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒരിക്കലും നാർസിസ്റ്റിക് പേഴ്സൻ്റെ അടുത്ത് പറയരുത്. ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആവുക, അൺപ്രഡിക്റ്റബിൾ ആയിട്ട് ചവിട്ടുക അയാളെ. അതായത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് അയാളെ ശരിക്കും ഒന്ന് പറ്റിക്കുക. നെക്സ്റ്റ് പോയിന്റ്, നോ കോൺഫ്രണ്ടേഷൻ ഓൺലി ഗ്രോത്ത്. നാർസിസ്റ്റിക് പേഴ്സൻ്റെ അടുത്ത്, നാർസിസ്റ്റിക് പേഴ്സണെ പറ്റിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയാൾ വെറുതെ കുറ്റം പറയണ ഒരുത്തനാണ് എന്നുള്ളത് സ്ഥാപിക്കാൻ അയാൾക്ക് നന്നായിട്ട് കഴിയും. അതും കൊണ്ട് നിങ്ങൾ ആക്ച്വലി ഗ്രോത്ത് ചെയ്യാൻ ശ്രമിക്കുകയാണ് അത് വേണ്ടത്. ഗ്രോത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ അയാൾ പറ്റിച്ച കാര്യം മറക്കരുത്. കാരണം അയാൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സക്സസ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് പല കാര്യത്തിൽ പറഞ്ഞ് പരത്താൻ ഏറ്റവും നന്നായിട്ട് പറ്റും. നെക്സ്റ്റ് പോയിന്റ്, ക്ലോസ് ദ ഡോർ. പല ഡോറുകളും നിങ്ങൾ ആക്ച്വലി ക്ലോസ് ചെയ്യണം നാർസിസ്റ്റിക് പെർസെൻറ്റേജ്. അതായത് അയാൾ എന്തൊരു ഹെൽപ്പ് ചോദിച്ചാലും ഞാൻ ബിസിയാണ്, എന്നെ കൊണ്ട് സാധിക്കില്ല, നോ, എനിക്ക് ഈ സംഭാഷണം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല, എനിക്കിഷ്ടമല്ല, ഇങ്ങനെ കുത്തി നോവിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുമ്പോൾ ഒരു റീസണും പറയാൻ പാടില്ല നിങ്ങൾ. നാർസിസ്റ്റിക് പേഴ്സണ് ആക്ച്വലി അയാൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ നാർസിസ്റ്റിക് പേഴ്സണെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെ ഒറ്റപ്പെടുത്തണം. ഒരു കാര്യവും കാരണവും ഇല്ലാണ്ട് നിങ്ങൾ അയാൾക്കെതിരെ ഒരു അറ്റൻഷനും കൊടുക്കാണ്ട് ബ്ലോക്ക് ചെയ്യണം. കാരണം നിങ്ങൾ നാർസിസ്റ്റിക് പേഴ്സണെ ആദ്യം അവോയ്ഡ് ചെയ്യുമ്പോൾ അവർ ആദ്യം വലിയ പ്രതികരണമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരൊന്ന് ആലോചിക്കും, ഇവൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നാർസിസ്റ്റിക് പേഴ്സൺ ആലോചിക്കുന്നത്, ഞാൻ പറഞ്ഞത് ഷെയിമായിപ്പോയി, എനിക്കത് നാണക്കേടാണ്. അങ്ങനെ സ്വയം ഒരു ആത്മാഭിമാനം അവരുടെ മനസ്സിൽ ഇല്ലാതാവും. പിന്നെ നിങ്ങളെ കിട്ടണം എന്നുള്ള ത്വര എപ്പോഴും നാർസിസ്റ്റിക് പേഴ്സണിൻ്റെ ഉണ്ടാവും. കാരണം നിങ്ങളൊരു നാർസിസ്റ്റിക് പേഴ്സൻ്റെ മുഖം തിരിച്ചാൽ അവ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുന്ന, ഞാൻ കരഞ്ഞില്ല, ഞാൻ തല്ലിയിട്ടില്ല, ഞാൻ തൊട്ടിട്ടില്ല, എന്നിട്ടും അവൻ എന്നെ എന്തും കൊണ്ട് അവോയ്ഡ് ചെയ്യുന്നു